അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിറുസത്തെ സത്യവിശ്വാസിമാരെ, സഹോദരി സഹോദരന്മാരെ, കല്നെ ദർസിൽ ഇസ്ലാമിലെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുരെ വിഷയത്തിലെത്തിക്കരണങ്ങ മനസ്സിലാക്കി വന്നത്. പ്രത്യേകിച്ചിട്ട് ഈ ഒരു സന്ദർഭത്തിൽ ആ വിശദീകരിക്കുള്ള കാരണം ഞങ്ങൾ വ്യക്തമാക്കുന്ന ഉണ്ട് നടന്നുകൊണ്ടുള്ള ചില ഘട്ടനങ്ങൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ചില ആൾമാർ അങ്ങനെ നിലപാട് അങ്ങനെ നിലവ് സ്വീകരിച്ചുകൊണ്ടുള്ളതും, അതേ സന്ദർഭത്തിൽ അങ്ങ് ആരെ ഷഹീദ് ചൊന്നുത്തും അല്ലെങ്കിൽ ഇസ്ലാമിലെ ആൾമാർ ചൊന്നുത്തും പ്രസൻറ്റ് ആക്കിയിട്ടുള്ളവരാ അങ്ക് അല്ലെങ്കിൽ അങ്ങനെ സംബന്ധിച്ചിടത്തോളം സ്വഹാബിമാരുടെ വിഷയത്തിൽ അങ്ങനെ നിലപാട് എന്തിനെ ചൊന്നുത്തും ഞങ്ങൾ സംക്ഷിപ്തമായിട്ട് വിവരിച്ച മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിൽ ഷിയാക്കന്മാരെ നേതാവായിട്ടുള്ളതായ മജ്ലിസി അയാൾ ചൊന്നതും ഞങ്ങളെ ആ ദർസിൽ ഞങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഞങ്ങൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുള്ളത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിലെത്തിക്കർ. എന്ത് കൈത്തിക്കർ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഞങ്ങൾ ഇവിടെ വിവരിക്കരുതെന്ന് കേട്ടെങ്കിൽ ചില ആൾമാർ പ്രചാരാക്കരുത് അലി റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ആഗ്രഹിച്ചിട്ട് നടന്നതായ മനുഷ്യത്തിക്കർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുരെ കൊന്നതിൽ അലി റളിയല്ലാഹു അൻഹുവും കൈവാടമുണ്ട്, നഊദു ബില്ലാ. അതേപോലെ അങ്ങനെ പല രൂപത്തിലും അലി റളിയല്ലാഹു തആല അൻഹുരെ മോശമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബേരമേ രൂപത്തിൽ ചിത്രീകരിക്കരുത് കാണുക സാധിക്കും. അതേപോലെ അലി റളിയല്ലാഹു തആല അൻഹു മഹത്വീകരിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ഇതിന് യഥാർത്ഥത്തിൽ ഖലീഫ ആവണായത് അങ്ങനെയെല്ലാം പ്രചാരാക്രമങ്ങളാണ്. അവിടെ യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുരെ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അലി റളിയല്ലാഹു അൻഹുരെ നിലപാട് എന്തായിത്തിൻ ചെന്നെത്തും അലി റളിയല്ലാഹു തആല അൻഹുരെ കൊന്നത് ആറ് ചൊന്നത്തുമില്ലേ വിഷയത്തിക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുകയില്ലത്. നോക്കൂ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുരെ കൊന്നാറ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുരെ കൊന്ന പിന്നെ ഖിലാഫത്ത് അലി റളിയല്ലാഹു തആല അൻഹു എങ്ങനെ ഇത്തിക്ക് ഏറ്റെടുത്തത് ചൊന്നത്തല്ലോ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുരെ ആ ഭരണത്തെ പിന്നെ ഖിലാഫത്ത് ഖലീഫയായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒന്നാമതായിട്ട് ബൈഅത്താക്കറെ വ്യക്തിക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു. ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുരെ പിന്നെ ബൈഅത്താക്കർ ആളായിത്തിക്കർ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുരെ പിന്നെ ബൈഅത്താക്കർ ആളായിത്തിക്കർ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. ഒർക്കത്തുക്കും അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫ ആവണു ചൊന്നുത്ത അല്ലെങ്കിൽ നക്ക് ഖിലാഫത്ത് കിട്ടണോ ചൊന്നുത്ത അലി റളിയല്ലാഹു തആല അൻഹു വാദിച്ചതായിട്ട് ഞങ്ങൾക്ക് എവിടെ കാണില്ല. മാത്രമല്ല അലി റളിയല്ലാഹു തആല അൻഹു ചൊല്ലറ പൽക്കൊണ്ടു ലൗ സയ്യറനി ഉസ്മാനു ഇലാ സിറാരിൻ ലസമിഅതു വഅതഅതു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നണ്ടൊട്ടിಗೆ മദീനത്തിൽ നിന്ന് ചുമ്മാ ദൂരമുള്ളതായ സിറാറ് ചൊല്ലതായ ജാഗിಗೆ നണ്ട് പോകു ചൊന്നെങ്കിൽ ഞാനത് കേൾക്കുക, അത് അനുസരിക്കുക ചൊന്നു. അല്ലാണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് തട്ടിയെടുത്തതായിത്തിക്കർ നക്കൈത്തിക്കർ കിട്ടണായത് അങ്ങനത്തെ ഏതൊരു വാദമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നടത്തമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭരണത്തിനെതിരായിട്ടുള്ളതായ ഒരു പ്രവർത്തനമ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ചൊല്ലത് ഞങ്ങൾക്ക് കാണുക സാധിക്കരുത്. ഒർക്ക ഞാൻ പള്ളിയിൽ മദീന പള്ളിയിൽ ഇങ്ങനെ തെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
ഉസ്മാനും അലിയും റളിയല്ലാഹു തആല അൻഹുമ ജണ്ടാൽ പല്ലിക്ക് ബണ്ടത് ആഖിദം ബിയദി സ്വാഹിബൈ കഅന്നഹുമ അഖവാനി ലി അബിൻ വ ഉമ്മിൻ, ഒരേ അബ്ബരും ഒരേ ഉമ്മരും മക്കളെ പോലെ ആ സഹോദരരെ പോലെ ജണ്ടാൽ കൈ പിടിച്ച് തെറ്റിക്കർ പല്ലിക്ക് കടന്നു വന്നോട്ടുള്ളത്. അങ്ങനെ ഇടയിൽ പ്രത്യേകിച്ചിട്ട് എന്തുമില്ല അയെങ്കിൽ ഉണ്ട് മനുഷ്യന്മാർ ചിത്രീകരിക്കരുത്, ആ രൂപത്തിലെത്തിക്കരുത്. നോക്കൂ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കേൾക്കുന്ന ഒരു പെർമിഷൻ ഉണ്ട്. ഈ ഫിത്നവും ഫസാദുമായിട്ട് നടക്കുന്നതായ വിഭാഗമുള്ളവരല്ലേ, അങ്ങനൊട്ടിയ ഒരു യുദ്ധത്തിന് നിങ്ങൾ അവകാശത്തുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് യുദ്ധം ആക്കരെ ചെന്നു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിന് പെർമിഷൻ കൊടുത്തില്ല. അതിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടും. അതിന് പിന്നെ സ്വഹാബിമാർ മുഅ്മിനീങ്ങ അലി റളിയല്ലാഹു അൻഹുവിനോട്ടേക്ക് വന്നിട്ട് ആവശ്യപ്പെട്ടാർ, നിങ്ങൾ ഖലീഫ ആവണം ചെന്നു. ഇന്ന അമീർ അൽ മുഅ്മിനീൻ മഖ്തൂലുൻ, അമീറുൽ മുഅ്മിനീൻ കൊല്ലപ്പെട്ടു. അതുകൊണ്ടു നിങ്ങൾ ഇതിക്കര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണായത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഔത്ര ഉൽഗ ബായിലിട്ട് തെച്ച സന്ദർഭത്തിൽ ആൾമാർ വന്നിട്ട് ബായിൽ കൊട്ടുറാർ. ബായിൽ ഓപ്പൺ ആക്കിയ സന്ദർഭത്തിൽ ചൊല്ലുന്നത് വല ബുദ്ദ ലിന്നാസി മിൻ ഖലീഫ, ആൾമാർക്ക് ഖലീഫത്തെ ആവശ്യമുണ്ട്. കാരണം ഒരു ഭരണാധികാരി ഒരു അവസ്ഥയിൽ പോയെങ്കിൽ എന്തെല്ലാം താറുമാറാവും. അതുകൊണ്ട് ഖലീഫത്തെ ഒരു ആവശ്യമുണ്ട്. വല നഅലമു അഹദൻ അഹഖ ബിഹാദ മിൻക, അലി നിങ്ങളെ കാണിട്ട് ഇത് അർഹപ്പെട്ട വേറെ ഒരാളും ഞങ്ങൾ കണ്ടുകൊണ്ടില്ല. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ചെന്നപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു രണ്ട് കൈ നീട്ടിട്ട് സ്വീകരിച്ചതല്ല. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നത് ലാ തുരീദൂനി ഫഇന്നി ലക്കും വസീറുൻ ഖൈറും മിന്നി ലക്കും അമീർ, നാനൊരു അമീറായിട്ട് ഖലീഫയായിട്ട് ഭരണം ഏറ്റെടുക്കുന്നതിനെ കാട്ടി നല്ലത് നിങ്ങളെ ഒട്ടിಗೆ ഒരു വസീറായിട്ട് നിലനിൽക്കുന്നതിക്കര് അത്യുത്തമമായത് ചൊന്നത്തു, അല്ലെങ്കിൽ അതൈത്തിക്കര് നല്ല വിഷയ ചൊന്നത്തൈത്തിക്കര്. ഞാൻ ഇത് ആഗ്രഹിക്കില്ല, ഈ ഖിലാഫത്ത് എനിക്ക് ആവശ്യമില്ല. ആയെങ്കിൽ അവിടെ കൂടി മുഅ്മിൻമാർ വിശ്വാസിമാർ ചൊന്നാർ ലാ വല്ലാഹി മാ നഅലമു അഹദൻ അഹക്ക മിൻക മിൻഹാ ബിക്, അലി നിങ്ങളെ കാണിട്ട് ഇത് അർഹപ്പെട്ടെങ്കിൽ വേറെ ആരുമില്ല ചൊന്നത്തൈത്തിക്കര് ഞങ്ങൾ മനസ്സിലാക്കരുത്. അതുകൊണ്ടു നിങ്ങൾ ഈ ഉത്തരവാദിത്വം ഈ ഖിലാഫത്ത് നിങ്ങൾ ഏറ്റെടുക്കണം ചൊന്നത്തു. നോക്കൂ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ടതിൽ എത്രയേറെ ബേജാറോട് കൂടിയിട്ട് അലി റളിയല്ലാഹു തആല എന്ത് ഒർക്കത്തുക്കും അതിൽ കൊസിപ്പെട്ടതാ നക്ക് ഭരണം കിട്ടിത്തല്ലേ ഏതായും കൊല്ലപ്പെടാൻ ഇന്ത് ചൊന്ന് ഒരു അഭിപ്രായം അലി റളിയല്ലാഹു തആല അൻഹു ഇല്ല. അങ്ങ മനസ്സിലൊന്നു വെച്ചിട്ട് പർത്തൊരു നാട്ടക്കാക്കിയതല്ല. ഇണ്ടത്തെ മനുഷ്യന്മാരെ പോലെ മനസ്സിലൊന്നും പർത്തൊന്നുമല്ല. വിശ്വാസിമാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചിട്ട് സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉൽഗ എന്തുണ്ട് അതേ തിക്കർ പ്രത്യക്ഷമായിട്ടുമില്ലത്. അലി റളിയല്ലാഹു അൻഹു അത് കേട്ടേയില്ല, ആ ഖിലാഫത്ത് ഏറ്റെടുക്കും. ആയങ്ങ മനുഷ്യന്മാരെ അല്ലെങ്കിൽ ആ അവിടെ കൂടി വിശ്വാസിമാരെ ആ അത്യാവശ്യക്കാരണ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ആവശ്യക്കാരണ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റെടുക്കുന്നതായി തിക്കർ പിന്നെ ഞങ്ങൾ കാണുന്നത്. ഭരണം ഏറ്റെടുക്കുന്നതായ ഖലീഫയായിട്ട് ആൾമാർ ബൈഅത്താക്കുന്നതായ സന്ദർഭത്തിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുറൊട്ടിക്ക് ചൊല്ലുന്ന ഒരു പൽക്കുണ്ട്, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിൻ ദമി ഉസ്മാൻ, അള്ളാഹുവെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുരെ കൊന്നതിൽ നക്യാതൊരു ആ ഓഹരിയുമില്ല, അല്ലെങ്കിൽ അതിൽ യാതൊരു കൈവാടും നക്കില്ല. ഞാൻ അതിൽ നിന്ന് ദൂരായിട്ടില്ല, ഞാൻ ബരീഅത്തായിട്ടില്ല. വലഖദ് ത്വാശ അഖ്ലി യൗമ ഖുതില ഉസ്മാൻ വഅൻകറത് നഫ്സി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ടതായ ആ നാളിൽ എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട പോലെ ആയിട്ട്. കാരണം ഇസ്ലാമർ ഖലീഫയ്ത്തിക്കർ നഷ്ടപ്പെട്ടത്, സ്വർഗ കൊണ്ടു സന്തോല വാർത്ത ഉണ്ടു ചൊന്ന് തരിയപ്പെട്ടതായ വ്യക്തിയത്തിക്കർ കൊല്ലപ്പെട്ടത്, ഒരു ഭരണാധികാരി എത്തിക്കർ കൊല്ലപ്പെട്ടത്. അപ്പോൾ എൻ്റെ ബുദ്ധിയെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ചൊന്നു. ഞാൻ ആൾമാരെല്ലാം ബൈഅത്താക്ക് വന്നപ്പോൾ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്ന ഒരു പൽക്കുണ്ട്, വല്ലാഹി ഇന്നി ല അസ്തഹി മിനല്ലാഹി അൻ ഉബായ ഖൗമൻ ഖതലു റജുലൻ, ഞാൻ ഒരു കൗമുകു എങ്ങനത്തെ കൗമൈത്തിക്കരിങ്ങ ഇങ്ങ കൊന്നതായ ഒരു വ്യക്തി അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ കൗമുകു ബൈഅത്താക്കരുത് ഞാൻ ചങ്കിയാക്കർ അള്ളാഹു വേണ്ടത്. കാരണം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോലും അലാ അസ്തഹി മിമ്മൻ തസ്തഹി മിനുൽ മലായിക, മലായിക്കത്ത് പോലും ചെങ്കിച്ചതായ വ്യക്തിക്ക് ഞാൻ ചെങ്കിക്കാണ്ടിക്കിറമാ ചൊന്നു മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്ന് ഒരു വ്യക്തി രീതിക്ക് കൊന്നത്, ഈ സമൂഹം കൊന്നത്. അങ്ങനത്തെ ഒരു സമൂഹத்துக்கு ഒരു ഖലീഫയായി തങ്ങ ബൈഅത്താക്കരുത് ചൊല്ലുന്നത് ഞാൻ അള്ളാഹു വേണ്ടിട്ട് ഞാൻ ചെങ്കിച്ചോണ്ടില്ല ചൊന്നു മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നു.
அது மாத்திரல்ல அதில் பின்னும் சொல்கிறது நமக்கு காண சாதிக்கிறது வ இன்னி ல அஸ்தஹி மினல்லாஹி அன் உபாஇய உஸ்மானு வ உஸ்மானு கதீலுன் அலல் அர்லி லம் யுத்ஃபன் பஅத். மஹானாய அலி ரலியல்லாஹு தஆலா அன்ஹு சொல்ற பல்கை திக்ர் ಕಾರಣ ಉಸ್ಮಾನ್ ಬಿನ್ ಅಫ್ಫಾನ್ ರಲಿಯಲ್ಲಾಹು ತಾಲಾ ಆ ದಫನ್ ಹಾಕಿದ್ರೆ ಅಂಟಿ ಮುನ್ನಲೆ ಇಂಗಂತೆ ಮನುಷ್ಯ ಮಾರೆ ಅವ್ರು ಖಲೀಫೆ ಆಯ್ತು ಹಿಂಗ ಬೈಅತ್ ಹಾಕಿರ್ದು ನಾನು ಚಂಗಿ ಚೋಂಟುಲ್ಲೇ ಚೊಂದಿತ್ತು മഹാനായ അലി റളിയല്ലാഹു തആല ചൊല്ലു നോക്കൂ അങ്ങനെ എത്തിക്കർ മഹാനായ അലി റളിയല്ലാഹു തആല ഭരണ ഖിലാഫത്ത് ഖലീഫയായിട്ട് പണ്ടത് അല്ലാണ്ട് ഇണ്ട് പല ആൾമാരും വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് ചാനലിൽ വന്നിട്ട് തെച്ചിട്ട് അങ്ങനെ ബായിക്ക് വന്നതുപോലെ ചൊല്ലുന്നത് പോലെ അല്ല വിഷയം ഉണ്ട്. അങ്ങനത്തെ ഒരു സ്വാധീനം യഥാർത്ഥത്തിൽ പല ആൾമാരെ മനസ്സിൽ എത്തിപ്പെട്ടു. കാരണം ചില ആൾമാർ അങ്ക് വേണായ രൂപത്തിൽ ഈ വിഷയത്തെ പ്രസൻറ്റ് ആക്കിയപ്പം അതിലെ ഒരു ആധാർ അല്ലെങ്കിൽ അതിലെ ഒരു സ്വഭാവം അത് ചില ആൾമാർക്ക് ഏറ്റെടുത്തിട്ട് എന്തും ചൊല്ലറോടെ എത്തിയത്. മഹാന്മാരായ സ്വഹാബത്ര വിഷയത്തിൽ എത്തിക്കർ ഈ വിഷയം പൽക്ക പറഞ്ഞോട്ടുള്ളത് അത് അത്യന്ത ഗംഭീരമായിട്ട് ഞങ്ങൾ കാണാനായി എത്തിക്കർ. ചെറിയ തമാശ കളിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ ഇതൊന്നല്ല ചൊന്നത് എത്തിക്കർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ ആ ഖിലാഫത്ത് പിന്നെ മഹാനായ അലി റളിയല്ലാഹു തആല ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഫിത്നയും ഫസാദുമാക്കിയിട്ട് നടന്ന ആൾമാർ പിന്നെ അങ്ങനെ ഫിത്നയും ഫസാദുമാക്കിയിട്ട് എത്തിക്കർ അങ്ങനെ നടന്നോട്ടു ഇന്നത് ഖവാരിജിയത്ത് ചൊന്നിട്ട് അല്ലെങ്കിൽ ഖവാരിജിങ്ങ ചൊന്നിട്ട് അറിയപ്പെട്ടതായ ഒരു വിഭാഗം ഉണ്ടായിട്ട് മാത്രമല്ല അത് ഒരു ഭാഗത്തുള്ളൊരു അതിലെ ഒരു പ്രോബ്ലം ഒരു ഭാഗത്തിലുണ്ടായെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ചില എന്തൊരു ചൊന്നെങ്കിൽ ഒരു ആശയ പരസ്പര ആശയ വ്യത്യാസത്തിലുണ്ടായ ചില ഭിന്നാഭിപ്രായങ്ങളോടെ എനിക്ക് കാണുക സാധിച്ചത്. നോക്കൊരു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ വിഷയത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അമാ ഇന്നക സതൽഖി ബഅദി ജഹദ, അലി നൻ്റെ കാലഘട്ടത്തെ പിന്നെ ചില പ്രയാസങ്ങൾ നീ നേരിടകൊണ്ടു ചൊന്നിട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നതായിട്ട് നമുക്ക് കാണുക സാധിക്കും. റസൂലുള്ള ചൊന്നുത്തിന്നെങ്കിൽ അത് സംഭവിക്കാണ്ട് ഇക്കലെ ചൊന്നതായിത്തിക്കർ. അങ്ങനത്തെ ഘട്ടനങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളിൽ ഞങ്ങൾക്ക് ചില പാഠങ്ങളുണ്ട്. ഞങ്ങൾ ചിലത് മനസ്സിലാക്കുകൊണ്ടു ചിലത് ഉൾക്കൊള്ളുകൊണ്ടു ചൊന്നതായിത്തിക്കർ ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണായ വിഷയം. അവിടെ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നപ്പോൾ അലി റളിയല്ലാഹു തആല കേൾക്കുന്നതായിത്തിക്കർ ഫി സലാമത്തി മിൻ ദീനി, റസൂലെ നൻ്റെ ദീനുക്ക് അതെന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുക അല്ലെങ്കിൽ ദീനിൽ നിന്ന് ഞാൻ തപ്പിപ്പോണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു ഇല്ല, നിൻ്റെ ദീനുമായിട്ട് തപ്പിപ്പോണ്ടതാ അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോണ്ടതാ ഒന്നും അതുകൊണ്ട് തനിക്കൊരു തൊന്തരം ഉണ്ടാക്കല ചൊന്നത്. അതേത്തിക്കർ ഞങ്ങൾക്ക് പിന്നെ ചരിത്രത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിനെ ഞങ്ങൾക്ക് കാണേണ്ടത്. നോക്കൊരു ജമൽ യുദ്ധവും സിഫീൻ യുദ്ധവും അതെല്ലാം പരസ്പര അങ്ങനെ ഒരു ഖിലാഫത്തുക്ക് വേണ്ടിയിട്ട് ഭരണ കിട്ടുക വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പ് നേടിയെടുക്കുക വേണ്ടിയിട്ട് നടന്നതല്ല. അതിൻ്റെ ഉണ്ട് അങ്ങനെ എത്തിക്കർ പല ആൾമാരും അതിൽ ചിത്രീകരിക്കരുത്. മഹാനായ ആയിഷ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ മുആവിയ റളിയല്ലാഹു തആല അൻഹും അലി റളിയല്ലാഹുവിൻ്റെ ഇടയിലുള്ളതായ വിഷയത്തിൽ സുലുഹാക്കുക പോയപ്പോൾ ആ സുലുഹിൽ ഒരു ഒത്തുതീർപ്പ് എത്തു ചെന്നിട്ട് മനസ്സിലാക്കിയതായ ചില ഫിത്നത്ത് ആൾമാർ അങ്ങനെത്തിക്കർ ജാവുരെ ആ ഇരുട്ടിൽ പരസ്പര രണ്ട് വിഭാഗത്തിൽ നിന്നിട്ട് അങ്ങ് ബില്ലുറെ വിട്ടിത്തു പരസ്പരം അങ്ങനെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് യുദ്ധം സ്റ്റാർട്ടായിട്ട് തോർക്കോമ്പ് വിചാരിച്ചിട്ട് എന്നൂർക്കോമ്പ് വിചാരിച്ചിട്ട് അങ്ങനെത്തിക്കർ യുദ്ധം തുടങ്ങിയത് അങ്ങനെ എത്തിക്കർ അത് പിന്നെ യുദ്ധത്തിൽ ഉണ്ടായിപ്പെട്ടത്. അത് നിങ്ങൾക്ക് കാണേണ്ടത് ഉറക്കത്തുമ്മ കുസിപ്പെട്ടുത്ത അല്ലെങ്കിൽ വലിയ ഒരു നേട്ടായിത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്തമാ നേടിയെടുത്ത രൂപത്തിൽ മഹാനായ അലി റളിയല്ലാഹു തആല എവിടും വിശദീകരിച്ച് കാണുക സാധിക്കില്ല. ഇതിന്റെ പേരിൽ മഹാനായ മുആവിയ റളിയല്ലാഹു തആല ആവട്ടെ അല്ലെങ്കിൽ അലി റളിയല്ലാഹു തആല ആവട്ടെ ഇതിന്റെ പേരിൽ അങ്ങനെ ഈമാന അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇസ്ലാമിന്റെ വിഷയത്തിൽ ക്വസ്റ്റനാക്കിற പോലത്തതായ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ചൊന്നതെത്തിക്കർ. കാരണം അത് ഈ ഫിത്നത്ത് ആൾമാർ അങ്ങനെത്തിക്കർ ഇതെല്ലാം തുടക്ക കുറിച്ചത്. മഹാനായ അലി റളിയല്ലാഹു തആല ഹസൻ റളിയല്ലാഹു തആല അബ്രയിൽ കേൾക്കുന്നതായ ഒരു പൽക്കമുണ്ട്. യാ അബതി കദ് കുന്തു അൻഹാക അൻ ഹാദ. കാരണം ഈ പൽക്കത്തുക്ക് ഈ സുൽഹുക്ക് പോണ്ട മുന്നുള്ളൂ അലി റളിയല്ലാഹുവിൻ്റെ തടഞ്ഞു തിന്ത് മഹാനായ ഹസൻ റളിയല്ലാഹു തആല. അപ്പോൾ ചൊല്ലുறது ഇത് ഈ യുദ്ധ തീന്നത്ത് പറമ്പത്ത് ചൊല്ലുறது ഞാൻ നിങ്ങൾ നിന്ത് ഇതിരെ തടഞ്ഞില്ലേ, നിങ്ങൾ പോകണ്ടാന്ന് ഞാൻ ചൊന്നില്ലേ. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു തആല ചൊല്ലുறது യാ ബുനയ്യ ലം അറൽ അംറ യബ്ലുഗ ഹാദ. മോനെ പിർസത്തെ മോനെ ഇത് ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിപ്പെടുച്ചു നാണും വിചാരിച്ചതല്ല.
അപ്പോൾ ഇതിൽ നിന്നേ മനസ്സിലാവും അങ്ങോർക്കത്തും യുദ്ധ ആക്കണു ചൊന്നുത്ത അല്ലെങ്കിൽ ಇದರ ഒരു ಘರ್ಷಣೆಯಲ್ಲಿ ತೀರ್ಕೊಂಡು ಚೊನ್ನುತ್ತಾ ಅಲ್ಲ ಹಂಗೆ ಉದ್ದೇಶಿಸದು ಬದಲೈತು നല്ല രൂപത്തിൽ തീർക്കു പോയതൊരു ചില ആൾമാർ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കർ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തെറ്റിക്കർ മഹാനായ ഹസൻ റലി അള്ളാഹു താലനോട് വിളിച്ചിട്ട് മഹാനായ അലി റലി അള്ളാഹു താലനു ചൊല്ലത് യാ ഹസൻ ലൈത അബാ കമാത മിൻ 20 സന, പിർസത്ത മോനെ യാ ഹസൻ നിന്റെ അബ്ബ 20 വർഷം മുന്നോളം മരിച്ചു പോയിട്ടില്ലെങ്കിൽ തര നല്ല ഇത്തിന്ത് ചൊന്നിട്ട് മഹാനായ അലി റലി അള്ളാഹു താലനു ചൊല്ലത് നമുക്ക് കാണുക സാധിക്കും. ഇതുപോലെ എത്തിക്കർ സിഫീൻ യുദ്ധം നോക്കൊരു എന്തിരിക്കർ ഭരണ പിടിക്കുക അല്ലെങ്കിൽ ഖിലാഫത്ത് ഖലീഫ നാണാവണം ചൊന്നിട്ട് മുആവിയ റളിയല്ലാഹു തആലനു വാദിച്ചിട്ടേ ഇല്ല. ഇത് ചില ആൾമാർ അതിരെ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ അതിരെ പ്രസന്റ് ആക്കരുത് അങ്ങനെ എത്തിക്കർ. മുആവിയ റളിയല്ലാഹുവിനൊരു അഭിപ്രായം എന്തായിത്തിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനുരെ കുടുംബത്തിൽപ്പെട്ട ആളായിത്തിട്ട് മഹാനായ മുആവിയ റളിയല്ലാഹു തആലനുരെ അഭിപ്രായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനുരെ കൊന്ന വ്യക്തിമാരാറ് അങ്ങനെ പിടിച്ചിട്ട് ശിക്ഷിച്ചിട്ട് ആയി പിന്നെ മയ്യാവ് ബാക്കിയുള്ള ഭരണത്തെ വിശേഷൊന്നതെത്തിക്കർ. മഹാനായ അലി റളിയല്ലാഹു തആലയുടെ അഭിപ്രായം അതല്ല. കാരണം ആൾമാർ പരസ്പരം ഭിന്നിച്ചിട്ട് എത്തിക്കറുള്ളത് അങ്ങനെ ഏകോപിച്ചിട്ട് അങ്ങനെ ഒരേ ലൈനിങ് കൊമ്മെന്ന് തൈപ്പിനെ എത്തിക്കണു. ആ ബാക്കിയുള്ള വിഷയത്തിൽ അങ്ങ് ഇടപെടണായത് അല്ലെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കൊന്ന ആൾമാരെ ഞങ്ങൾ കൊല്ലണായത് അല്ലെങ്കിട്ടെങ്കിൽ അങ്ങനെ എതിരിൽ ആ നീതിയും അല്ലെങ്കിൽ അങ്ങനെ എതിരിൽ ന്യായപാലന ആക്കണായത് അല്ലെങ്കിൽ അവിടെ ഒരു വ്യവസ്ഥ കൊമ്പറണായത് ചൊന്നത് അല്ലേ. അല്ലാണ്ട് മുആവിയ റളിയല്ലാഹുവിന് ഭരണ കിട്ടാത്ത കൊണ്ടു അലി റളിയല്ലാഹുവിന് ഖലീഫ ആയത് കൊണ്ടു അലി റളിയല്ലാഹുവിന് കിട്ടുക പേടത്തിക്കർ. അതേപോലെ മുആവിയ റളിയല്ലാഹുവിൻ്റെ വേറെ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ആൾമാരുള്ള ഈ യുദ്ധത്തുകളും നേതൃത്വം മുആവിയ റളിയല്ലാഹുവിന് കൊടുക്കുക. കാരണം മുആവിയ റളിയല്ലാഹു തആലനു ഭരണ കിട്ടാത്തത് കൊണ്ട് ഖലീഫ ആവാത്തത് കൊണ്ട് തിക്കർ ചൊന്നിട്ടു വിശദീകരിക്കുന്ന ആൾമാരുള്ള നഊദു ബില്ലാഹ്. അതുകൊണ്ട് അങ്ങനത്തെ വിഷയത്തിൽ ഞങ്ങൾ ഒർക്കത്തും ഞങ്ങൾ ഒരു വിഷയത്തെ മനസ്സിലാക്കുമ്പോൾ കാരണം സ്വഹാബിമാരുടെ വിഷയത്തിലെത്തിക്കർ ഒരു മുഅ്മിനായ മനുഷ്യരുടെ വിഷയത്തിൽ ഇങ്ങനെ ഞങ്ങൾ പ്രചാരാക്കുമ്പോൾ ഇങ്ങനത്തെ വിഷയം എത്ര ഗംഭീരമായിട്ട് കാണും. പ്രത്യേകിച്ചിട്ട് ഒരു സ്വഹാബിമാർ താബിമാർ താബിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു വിഷയം ചൊല്ലുമ്പോൾ അത്യന്ത ഗൗരവമായിട്ട് ഗംഭീരമായിട്ട് ഞങ്ങൾ കാണും ചൊന്നതെത്തിക്കർ. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ തൃപ്തിപ്പെട്ട ചൊന്നതെത്തിക്കർ. അങ്ങനെ എത്തിക്കർ സുഫീൻ യുദ്ധം അതേപോലെ ജമൽ യുദ്ധം നോക്കൂ. മഹാനായ അലി റളിയല്ലാഹു തആലനു വലിയ നേട്ടത്തെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആക്കിയതായ വലിയ ക്രെഡിറ്റ് ആയി തോർക്കത്തും ഈ യുദ്ധത്തെ കണ്ടെത്തില്ല. ബദലായിട്ട് കണ്ട ഒരു യുദ്ധമുണ്ട്. നെഹ്റുവാൻ ചൊല്ലതായ ജാഗയിൽ വെച്ചിട്ട് ഖവാരിജിമാരായിട്ട് നടന്നതായ യുദ്ധത്തെ തിക്കർ വലിയ നേട്ടായിട്ട് വലിയ ഒരു ക്രെഡിറ്റ് ആയിട്ട് മഹാനായ അലി റളിയല്ലാഹു തആലനു കണ്ടത്. ഇത് ഓർക്കത്തും യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയതാ അല്ലെങ്കിൽ യുദ്ധ ആക്കണു ചൊന്നേ ഉദ്ദേശത്തിൽ പോയതാ അല്ലെങ്കിൽ പരസ്പര വിശ്വാസിമാരെ കൊന്നതല്ല. അതുകൊണ്ട് തെറ്റിക്കണ ഞാൻ ചൊന്നത് ആ വിഷയത്തിൽ ഞങ്ങളെ നിലവും എന്തായിത്തിക്കണു ചൊന്നെങ്കിൽ അങ്ങനെ വിഷയത്തിൽ ഞങ്ങൾ ഓർക്കത്തും ആ ഒരു ധാരണയിൽ ഇക്കുക തീരാ ചൊന്നതെത്തിക്കര്. അങ്ങനെ അങ്ങ് ഈ അങ്ങ് അധികാരം കിട്ടുക എടുത്ത് അങ്ങ് പരസ്പര യുദ്ധ ആക്കിയാറ് ചൊന്നതാ അല്ലെങ്കിൽ അങ്ങ് പരസ്പര ശത്രുമാരായി തിന്നാറ് ചൊന്നതാ. അങ്ങനത്തെ ഒരു നിലപാടല്ല ഞങ്ങൾക്ക് വേണത്. ബദലായിട്ട് തീർക്കുക പോയപ്പോൾ ചില ഫിത്നത്തെ ആൾമാർ ചില ഷർറിൻ്റെ ആൾമാർ അത് രണ്ട് വിഭാഗത്തിലും അങ്ങ് ഒട്ടിಗೆ കൂടിയിട്ട് അവിടെ അതിരെ യുദ്ധത്തിലെത്തിക്കർ ഉണ്ടാക്കി പാട്ടിയത് ചൊന്നതെത്തിക്കർ. മഹാനായ അലി റളിയല്ലാഹു തആലനു ഞാൻ ചൊന്നല്ലേ നെഹ്റുവാൻ ചൊല്ലൊരു ജാഗയിൽ നടന്നതായി ഖവാരിജിങ്ങായിട്ട് നടന്നതായി യുദ്ധത്തെ തിക്കർ വലിയ നേട്ടായിട്ട് അല്ലെണ്ടായെങ്കിൽ വലിയ ഒരു സംഭവമായിട്ട് മഹാനായ അലി റളിയല്ലാഹു തആലനു പ്രസന്റ് ആക്കിയത്. അതിൽ കുറേ ഖവാരിജിമാരായ ആൾമാരെ അവിടെ കൊന്തു ചൊന്നതായിത്തിക്കർ ചരിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത്. എന്തായിത്തിക്കർ ഖവാരിജി ചൊന്നെങ്കിൽ ആ ഖവാരിജിയത്ത് ഒരാളെ ഖാരിജിയായ ആ സ്വഭാവം ഒരാളെ മനസ്സിലുണ്ടായെങ്കിൽ അയാൾക്ക് പിന്നെ ഒരാളും മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് കണക്കാക്കുക സാധിക്കില്ല. അങ്ങ് ചൊന്ന ഒന്നാമത്തെ വിഷയത്തിക്കർ ഇനിൽ ഹുക്കും ഇല്ലാലില്ല അള്ളാഹു വൈത്തിക്കർ വിധി കൊടുക്കണായത് അലിയെ നിങ്ങക്ക് വിധി കൊടുക്കില്ല അർഹത നിങ്ങക്കില്ല. ഞങ്ങൾക്ക് ചരിത്രത്തിൽ കാണേണ്ടത് മഹാനായ അലി റളിയല്ലാഹു തആലനു മിമ്പർക്ക് പത്തിയിട്ട് ഖുതുബാക്കിയ സന്ദർഭത്തിൽ കീഴിൽ നിന്നിട്ട് ചില ഖവാരിജിയായ ആൾമാർ ചൊന്നു നിന്നാർ യാ കാഫിർ കാഫിർ ചൊന്നത്തെ തിന്ത് മഹാനായ അലി റളിയല്ലാഹു തആലനോട് ബിച്ചോണിന്നത്. കാരണം അങ്ങനെ വാദപ്രകാര ഹുക്കുമു ചൊന്നത് വിധി ചൊന്നത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ തിക്കർ കൊടുക്കണായത് അള്ളാഹു തിക്കർ കൊടുക്കണായത് അള്ളാഹു അല്ലാത്തങ്ങ് കൊടുത്തെങ്കിൽ കാഫിറെ തിക്കറാർ. ആ ഒരു അർത്ഥത്തിൽ മഹാനായ അലി റളിയല്ലാഹു തആലനൊരു കാഫിറാക്കിയാർ. ചെറിയ ദോഷം ആക്കിങ് പോലും ഇസ്ലാമിന്റെ പുറത്തൈ തിക്കർ അങ്ങ് കാഫിറെ തിക്കർ ചൊന്നതൈ തിക്കർ. ഒരാൾ കളവ് ചൊന്നത്തു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ വിശ്വാസം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണ്ടില്ല. അയാൾ ഒരു ദോഷക്കാരായി തിക്കർ ഒരു കളവ് ചൊന്നെങ്കിൽ
ആയങ്ക ഖവാരിജിനങ്ങൾ വിശ്വാസം ഒരു കളവ് ചൊന്നെങ്കിൽ പോലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിക്കര് ചൊന്നതെത്തിക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയ മനഹജ് അങ്ങനല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വാസം അതല്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ വിഭാഗത്തിക്കര് ഖവാരിജി ചൊന്നത്. അപ്പോൾ അതിനങ്ങ കൃത്യമായിട്ട് എന്താക്കണു മനസ്സിലാക്കണു ചൊന്നതെത്തിക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീയുടെ അടിസ്ഥാനത്തിലെ റസൂലുള്ളാഹിയുടെ ഹയാത്ത് സന്ദർഭത്തിൽ ചൊന്നത് നമുക്ക് കാണുക സാധിക്കരുത്. വലിയ ദൗർഭാഗ്യവന്തമാരെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്, അലി നിൻ്റെ കൽത്തിൽ അങ്ങ കൊത്തിത്ത് ആ നിൻ്റെ താടി രോമത്തിൽ നിൻ്റെ ചോര ഇത്രതായ ആ ഇത്തുപാട്ടിയതായ വ്യക്തി എത്തിക്കരു അത്യന്ത വലിയ ദൗർഭാഗ്യവന്ത വ്യക്തി ചൊന്നത്. അതുകൊണ്ട് എത്തിക്കരു ഖവാരിജിൽപ്പെട്ട ഒരു ആൾ ചൊന്നത് ഇണ്ടത്തെ നാൾ തമൂത്ത് യ അലി, അലി ഇണ്ടത്തെ നാൾ നീನು മരിക്കുക പോണ്ടെ ചൊന്നപ്പോൾ അലി റളിയല്ലാഹു തആല ചൊന്നത് നീ ചൊന്നത് കളവൈത്തിക്കരു നടക്കുക പോണ്ടില്ലേ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയാളായിട്ട് അലാമത്തായിട്ട് പടിപ്പാട്ടിയ ഒരു ഘട്ടന കൊണ്ട് അതേതും നടന്നിട്ടില്ലേ. അതുകൊണ്ട് നീನು കളവൈത്തിക്കരു ചൊല്ലത് ചൊന്നതെല്ലാം നമുക്ക് കാണുക സാധിക്കരുത്. അങ്ങനെ ഈ ഖവാരിജിമാരെ ഫിത്നയും ഷർറും വ്യാപകമായപ്പോൾ അലി റളിയല്ലാഹു തആല ചൊല്ലത് മാ യബ്അസു അഷ്കാഹും, ആ ദൗർഭാഗ്യവന്ത എവിടുള്ള അവണു ഏനെന്ത് കൈത്തിക്കരു മടിച്ചിട്ട് നിൽക്കരുത് ചൊന്നെങ്കിൽ ಯಾರ ಶರ್ರಂಗಂ ಫಿತನಂ ഉണ്ടായിട്ടുണ്ടു. അലി റളിയല്ലാഹുവിനെ കൊല്ലുക പോണ്ടത് അത്യന്ത വലിയ ദൗർഭാഗ്യവന്ത ചൊന്നത് റസൂലുള്ള പഠിപ്പാട്ടിയതുണ്ടു. അതുകൊണ്ട് തിക്കര് കേൾക്കരുത് ആ ദൗർഭാഗ്യവന്ത എവിടെ തിക്കರು ഉള്ളത് ചൊന്നത്. അപ്പോൾ ഇതേ തിക്കര് ഈ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണത്. അപ്പോൾ ഇണ്ടും അങ്ങനത്തെ ചില ആൾമാരുള്ള തീവ്രമായ സ്വഭാവം ഒരാൾക്ക് ഖാരിജി ആയിട്ടുള്ളതായ വിശ്വാസമുണ്ട്. ആ ഒരു മനസ്സ് ഹൃദയത്തിൽ ആ ഒരു ഭാഗം ഉണ്ടുണ്ടായെങ്കിൽ പിന്നെ അയാൾക്ക് ആരും മുസ്ലിമായിട്ട് കാണുക സാധിക്കില്ല. അയാൾക്ക് പിന്നെ ആരും ആ ഒരു രൂപത്തിൽ ഒരു ഇസ്ലാമർ ആൾമാരായിട്ട് കാണുക സാധിക്കല്ല ചൊന്നതെത്തിക്കರು. അത് തീവ്രമായിട്ടുള്ള ചിന്തನೆಗೆ എത്തിപ്പെടും, കാഫിറാക്കൃതായ ഒരു അവസ്ഥയ്ക്ക് എത്തിപ്പെടും. നോക്കൂ, ಅದರ ಅರ್ಥ ഒരാൾ കുഫ്ർ ആക്കുമ്പോൾ അയാൾ കുഫ്ർ ആക്കിത്തില്ല ಅಂತ ചൊല്ലണമെന്നല്ല. അല്ലെങ്കിൽ കുഫ്ർ ആക്കിற വ്യക്തി ആ ഒരു കുഫ്റിന്റെ സ്വരൈത്തിക്കര് ആക്കിക്കൊണ്ടുള്ള ഇതിന് ചൊല്ലണ്ട ചൊന്നതല്ല. ബദലായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടതായ ആൾമാരെ പോലും കാഫിറാക്കൃതായ ഒരു അവസ്ഥയ്ക്ക് എത്തിപ്പെട്ടത് യഥാർത്ഥത്തിൽ ഖാരിജിയായ അല്ലെങ്കിൽ ഖവാരിജത്ത് ഉള്ള ആൾമാരെ അവസ്ഥ. അങ്ങനെ എത്തിക്കുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലുന്നത് ഒരു റമളാന്റെ ജുമാഅത്തെ നാളിൽ ഫജ്ർ നിസ്കാരത്തെ സന്ദർഭത്തിലെത്തിക്കರು അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ചൊല്ലുന്ന വ്യക്തി എത്തിക്കರು ആ ശൈത്താൻ എത്തിക്കರು മഹാനായ അലി റളിയല്ലാഹു തആലയെ കൊന്നത്. അയാളെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അയാളെ സ്വഭാവം എങ്ങനെ ചിന്തിച്ചൊന്നത് നമുക്ക് കാണുക സാധിക്കരുത്. ഈ ഖവാരിജിയത്ത് അയാളെ പിടികൂടുற മുന്നോളൂ നല്ല ഈമാനുള്ള വ്യക്തി, നല്ല ഖുർആൻ ഓതുற വ്യക്തി, സുജൂദിര അലാമത്ത് അയാളെ നെത്തിയിൽ നിന്ത് ചൊന്നതും നമുക്ക് കാണുക സാധിക്കരുത്. അത്രയേറെ നല്ല ഒരു വ്യക്തിത്വമായിട്ട് ആയെങ്ക ആ ഈ ഖവാരിജിയത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവ ഒട്ടിಗೆ ഒട്ടിಗೆ ಸೇರೋಡು കൂടി എന്തായിട്ട് പിന്നെ ആരും അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ല. അയാൾ മുസ്ലിമായിട്ട് കാണുക, അലി റളിയല്ലാഹുവിനെ മുസ്ലിമായിട്ട് കാണുക പോലും സാധിച്ചിട്ടില്ല. അലി റളിയല്ലാഹുവിനെ ഒട്ടിക്കുന്ന വ്യക്തിയായിട്ട് ചൊന്നതെല്ലാം നമുക്ക് കാണുക സാധിക്കരുത്. ഏതായാലും അങ്ങനെ ഒരു നാളെത്തിക്കര് മഹാനായ അലി റളിയല്ലാഹു തആലയെ ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ചൊല്ലുന്നതാ ഈ ശൈത്താൻ കൊല്ലുന്നത് ചൊന്നത്. അപ്പോൾ ഇത് അലി റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടതായ ചെറിയ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണ എത്തിക്കര് നിങ്ങളെ മുന്നോട്ട് വെച്ചത്. കാരണം അലി റളിയല്ലാഹു തആലു ഖിലാഫത്ത് ആഗ്രഹിച്ചിട്ട് നടന്ന വ്യക്തിയല്ല. മുആവിയ റളിയല്ലാഹു അൻഹു ആവട്ടെ ഖിലാഫത്തുക്ക് വേണ്ടി യുദ്ധമാക്കിയ വ്യക്തിയുമല്ല. ബദലായിട്ട് അങ്ങെല്ലാവരും നിഷ്കളങ്കമായിട്ടുള്ളതായ മനസ്സോടുകൂടി തിന്നാറ് ചൊന്നതെത്തിക്കರು. അതേ സന്ദർഭത്തിൽ ഫിത്നത്തെ ആൾമാർ ഷർറിറെ ആൾമാർ ഇങ്ങനത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയ ആൾമാരെത്തിക്കರು ഈ എല്ലാ ഘട്ടനയ്ക്ക് കാരണമായി തീന്നത് ചൊന്നത്. അപ്പോൾ പലപ്പോഴും ഇസ്ലാമിനെ കുപ്പായിട്ടിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചിട്ട് ഇസ്ലാമിൻ്റെ പേര് ചൊന്നിട്ടു മുസ്ലിമീങ്ങളുടെ ഇടയിലെ ഇങ്ങനത്തെ ഷർറ് ആൾമാർ ഫിത്നത്തെ ആൾമാർ ഇക്കുവാറ്. അതുകൊണ്ടു ഞങ്ങൾക്കുള്ള പാട്ട ഞങ്ങൾ ജാഗ്രതയോട് കൂടിയിട്ട് വേണം. ഞങ്ങൾ ഈമാൻ സലാമത്താക്കുവത്തിക്കര ഞങ്ങൾ പ്രയത്നാക്കണായത്. അതേപോലെ ഏതൊരു വിഷയത്തിലും ഞങ്ങൾ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് സ്വഹാബിമാരുടെ വിഷയത്തിൽ പ്രത്യേകിച്ചിട്ട് ദീനരുടെ വിഷയത്തിൽ ഞങ്ങൾ ഒരു നിലവ് സ്വീകരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ളേ നിലുവൈത്തിക്കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കണായത്. ഏതെങ്കിലും ഒരു ജോഷിയുടെ ബാക്കില ഏതെങ്കിലും ഒരു ആവേശത്തെ ബാക്കില
അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സോഷ്യൽ മീഡിയത്തിൽ പണ്ട് വീഡിയോസിൻ്റെ ബാക്കിലല്ല ഞങ്ങളെ നിലപാട് ഞങ്ങൾ സ്വീകരിക്കണമായത് ബദലൈത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ആദർശ ദിക്ർ ഞങ്ങളെ നിലപാട് ഏത് വിഷയത്തിലും ചെന്നത്ത് ഞങ്ങൾ മനസ്സിലാക്കണു. ഇതിലെല്ലാത്തിലും ചില ആൾമാർക്ക് പ്രത്യേകമായ താല്പര്യം ഉണ്ട് ചെന്നത് ഞങ്ങൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കണു. കാരണം ഷിയാക്കന്മാർ ചൊല്ലൊരു വിഭാഗ അങ്ങ് ഈ അലി റളിയല്ലാഹു തആല അൻഹും ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമ അങ്ങനെല്ലാം എതിർ വെച്ചിട്ട് തിക്കറ് അങ്ങനെ ഈ ലാലൈത്തുല്യതായ ഈ ആദർശത്തും ഈ ആശയത്തും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അങ്ങ് പ്രസന്റ് ആക്കിയിട്ടുള്ളത് അതിൽ ഓർക്കത്തും ഒരു മുസ്ലിം ഒരു മുഅ്മിൻ ഭൂന്ന് പോകു തീര കൃത്യമായിട്ട് പഠിക്കണു മനസ്സിലാക്കണു. ഇങ്ങ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങ ആ രൂപത്തിൽ പ്രസന്റ് ആക്കരുത്. അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ആഗ്രഹിച്ച് നടന്ന ആളായിത്തിന്ത് അലിക്ക് കിട്ടണായത് ഉസ്മാൻ എടുത്തിട്ട് റളിയല്ലാഹു തആല അൻഹുമാ ചൊന്നതെത്തിക്കര് ഇങ്ങ പ്രസന്റ് ആക്കരുത്. ആയെങ്ക അത് സത്യത്തിക്ക് വിദൂരമായ വിഷയത്തിക്കര് ചൊന്നതെത്തിക്കര് മനസ്സിലാക്കുള്ളത്. ഇൻഷാ അല്ലാഹ് ഏനുലെ ക്ലാസ്സിൽ എന്തായിത്തിക്കറ് ഈ ഷിയാക്കന്മാർ ആക്കിയിട്ടുള്ളത് ചൊന്നത്തും അതിൽ ഞങ്ങൾ മനസ്സിലാക്കണത് എന്തിനെ ചൊന്നത്തും ഇണ്ട് ദുനിയാവിൽ നടന്നിട്ടുള്ളതായ ചില ഘട്ടനയും എന്തെല്ലാം അതിൽ ഞങ്ങൾക്ക് പഠിക്കുള്ളതും അതിൻ്റെ സത്യാവസ്ഥ എന്തിനു ചൊന്നത്തുമായി തിക്കറി ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വിശദീകരിക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല വിഷയത്തെ കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കരെ ഏത് ജാഗ്യയിൽ വെച്ച് മരിക്കരേൻ ടായങ്ങും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കലിമത്ത് തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കുകൊല്ലേ തൗഫീഖ് പഠിച്ച റബ്ബ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.